കേട്ടല്ലോ, ഇതാണ് നമ്മളെ തുളസിയില ഇടുമ്പോൾ ഉണ്ടാവുക. കണ്ടോ ആ ശബ്ദം? ഈ ശബ്ദം കഴിയണോടുകൂടി നമ്മളിത് വാങ്ങി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ എണ്ണ കണ്ടോ നന്നായി തണുത്തു. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ എണ്ണ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് ഓർക്കണേ, ഒരു 5-8 ദിവസം എനിക്ക് സമയം വേണം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മളുടെ കരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മളുടെ ഉലുവ 1 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മളുടെ ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മളെ വെളുത്തുള്ളി അല്ലി ഒരു 7 അല്ലി 8 അല്ലി വെളുത്തുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു, പിന്നെ നമുക്ക് വേണ്ടത് കൊച്ചുള്ളി. ഇനി ഈ കൊച്ചുള്ളി വേണ്ടെങ്കിൽ, ഈ തണുപ്പാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ കൊച്ചുള്ളിയുടെ തണുപ്പ് പോവാൻ പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് കേട്ടോ. കുരുമുളക്, അത് ഈ കൊച്ചുള്ളിയുടെ തണുപ്പ് പോകാൻ നമുക്ക് ഈ കുരുമുളകും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഈ കടുകും ഉപയോഗിക്കാം. ആരും തെറ്റിദ്ധരിക്കരുത്, കടുക് നമ്മളെ മുടിക്ക് നല്ലതാണ് കേട്ടോ. കടുകെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ ഇത്രയും നല്ല സംഭവമില്ല. പക്ഷെ നമ്മൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുക്കണുള്ളൂ. അത് നമുക്ക് ഒരിക്കലും ദോഷം ചെയ്യില്ല. അപ്പം ഈ എണ്ണ കാച്ചുമ്പോൾ ഇനി കടുക് പേടിയുള്ളവർ അത് അവോയ്ഡ് ചെയ്യുക. കൊച്ചുള്ളി തണുപ്പാ തോന്നണോണ്ട് അത് അവോയ്ഡ് ചെയ്യുക. പക്ഷെ ഞാൻ ഇതൊക്കെ കൂട്ടിയിട്ടാണ് എണ്ണ കാച്ചണത്. ഈസ്നോഫീലിയ ഉണ്ട് എൻ്റെ മോളൊക്കെ. അപ്പോൾ അവൾക്ക് തണുപ്പ് പാടില്ല. ഇത് അവൾക്കാണ് കാച്ചണത്. ഈ എണ്ണ അവൾ സ്ഥിരം തേക്കണുണ്ട്, യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇത് തേക്കാന്ന് വിചാരിക്കണു. അല്ല ഇനി ഇത് പേടിയുണ്ടെങ്കിൽ കൊച്ചുള്ളി ഉപയോഗിക്കേണ്ട. പക്ഷേ നമ്മൾ വെളുത്തുള്ളി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കരുത്. വെളുത്തുള്ളി തണുപ്പുള്ളവർക്കൊക്കെ ഏറ്റവും വെളുത്തുള്ളി വേണം. നല്ല ഹെയർ ഗ്രോത്തും രക്തയോട്ടമൊക്കെ കൂട്ടാൻ നമ്മളെ വെളുത്തുള്ളി നന്നായി സഹായിക്കും. പക്ഷേ വെളുത്തുള്ളി ഏത് സമയത്താണ് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ വെളുത്തുള്ളി ഇടാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പില തന്നെയാണ്. മനസ്സിലായില്ലേ? കൂടുതൽ മുടി നമ്മൾക്ക് കറുത്ത് വരാനും നന്നായി എന്താ പറയുക, കാട് പോലെ വളരുകയെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അങ്ങനെ വളരാനും നമ്മൾ കറിവേപ്പില നമ്മളെ എണ്ണയിൽ കൂട്ടുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. നല്ല മുടി വളർച്ച കൂട്ടും. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തത് എന്താച്ചു പറഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു, കയക്കണ വേപ്പിൻ്റെ ഇല, അതായത് ആര്യവേപ്പില. നിങ്ങളുടെ മുടിയിലെ താരനും മുടി കൊഴിച്ചിലും ഒക്കെ മാറ്റി നിങ്ങളുടെ മുടിക്ക് നല്ല രക്തയോട്ടമൊക്കെ കൂട്ടി നിങ്ങളെ തലയോട്ടി ക്ലീൻ ആവാനും, അതുപോലെ തന്നെ ബാലൻസ് പ്രശ്നം, നീരിറക്കം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ എണ്ണ, ഈ ഇല കൂടി അതിൽ ആഡ് ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ പല കുട്ടികൾക്കും പല അസുഖമാണല്ലോ. സൈനസൈറ്റിസിൻ്റെ പ്രശ്നമുള്ളവർക്കും ഈസ്നോഫീലിയയുടെ പ്രശ്നം, അങ്ങനെ നമുക്കുണ്ടല്ലോ അലർജി പോലും, അതൊന്നും പറ്റാത്തവർ, അലർജിയുടെ പ്രശ്നമുള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ എണ്ണ തന്നെ വേണം കേട്ടോ. ഇത് ഞാൻ എപ്പോഴും എണ്ണ കാച്ചുമ്പോൾ കൂട്ടാറുണ്ട് മോൾക്ക് വേണ്ടിയിട്ടുള്ളതിൽ. അപ്പോൾ തണുപ്പിൻ്റെ പ്രശ്നം, നീരിറക്കം അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടല്ലോ, എനിക്ക് അത് പറ്റില്ല, ഇത് പറ്റില്ല, ഒരു എണ്ണയും തൊട്ടുമാടാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളവരെ എണ്ണ തീരെ ഒഴിവാക്കണ്ട. നിങ്ങളെ ഈ പനിക്കൂർക്കയുടെ ഇല എണ്ണ കാച്ചണയിൽ ഇട്ടാൽ മതി. മുടി നന്നായി കറുത്ത് വരാനും നന്ന്. അതുപോലെ തന്നെ അലർജി പ്രശ്നം, എന്താ ഇതൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക്, സൈനസൈറ്റീസ്, എന്താ ഈസ്നോഫീലിയ, അങ്ങനെ പല അസുഖങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ളവരൊക്കെ ഇത് ഒരിക്കലും ഒഴിവാക്കരുത്. ഇത് പ്രധാനമാണ് കേട്ടോ എണ്ണയിൽ. പിന്നെ അടുത്ത പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തുളസി തന്നെയാണ് കേട്ടോ. തുളസി നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. മനസ്സിലായല്ലോ? തുളസി നമ്മൾക്ക് തണുപ്പോ നീരിറക്കം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ തുളസി തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടണം കേട്ടോ എണ്ണയിൽ. ഇതൊക്കെ എപ്പോഴാണ് ചേർക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങളിലേ ഈ വെളുത്തുള്ളി ചതയ്ക്കാൻ പാടില്ല കേട്ടോ. ഈ വെളുത്തുള്ളി നമ്മൾ എപ്പോഴാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരേണ്ടത്. എണ്ണ വാങ്ങാറാകുമ്പോഴേ ഇടാൻ പാടുള്ള, ഒരു മൂപ്പുണ്ട് ആ സമയത്ത്. ബാക്കിയൊക്കെ നിങ്ങൾക്കൊന്ന് ചതച്ചെടുക്കാം. ചെറിയ മിക്സർ ജാറിൽ എല്ലാവരും ഇത് ചതച്ചിട്ട് വേണം എണ്ണയിലേക്ക് ഇടാനായിട്ട്. ഈ കടുകും നിങ്ങൾ ഒന്ന് ചതച്ചിടണം. കടുക് അങ്ങനെ പൊട്ടിക്കാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഏത് സമയത്താണ് ഇടുക എന്നുള്ളത് ഞാൻ എണ്ണ ഏകദേശം പാകാവുന്ന സമയത്ത് പറഞ്ഞു തരണ്ടേ. ചതച്ചതൊക്കെ ഇടാൻ സമയമായി എന്ന് ഞാൻ പറയുമ്പോഴാണ് ഇടാൻ പാടുള്ളൂ. ഇതൊക്കെ ശ്രദ്ധിച്ച് കാണണം. കാരണം മുടിയിലേക്കുള്ള എണ്ണ കാച്ചുമ്പോൾ ശ്രദ്ധ തീരെ വിടാൻ പാടില്ല. കാരണം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണണം കേട്ടോ. അപ്പോൾ ഇലകൾ നിങ്ങൾ കഴുകണതിന് അപ്പുറത്താണ് കേട്ടോ. ബാക്കിൽ മാറുകാലകൾ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾക്ക് എല്ലാവരും കരുതുക താരൻ ചൊറിയാണ് എന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ താരൻ്റെ ചൊറിച്ചിലിനേക്കാളും ബുദ്ധിമുട്ടായി വരും നിങ്ങൾ മാറാലച്ചാതികളൊക്കെ പെട്ട. അപ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം. കറിവേപ്പില അതുപോലെ നിങ്ങൾ നന്നായി രണ്ടു പുറം കുടഞ്ഞ് നോക്കി നല്ല കണ്ണട വെച്ചോളൂ കാഴ്ച കുറവുള്ളവരെ. എന്നിട്ട് വേണം കേട്ടോ. എന്നിട്ട് ഇതിൽ നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ കഴുകിയെടുക്കുക. ഇത് നമ്മളെ വീട്ടിലുള്ളതാകൊണ്ട് വാങ്ങിയതല്ലാത്തതുകൊണ്ട് വിഷമൊന്നുമില്ല. നേരെ മറിച്ച് വാങ്ങി ഇലകളാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ
കുറച്ച് നേരം മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. അയച്ചിട്ട് മഞ്ഞപ്പൊടി നമ്മളെ മുടിയിലേക്ക് ദോഷമില്ല മക്കളെ. മഞ്ഞപ്പൊടിയിൽ കഴുകിയാൽ മുടിക്ക് ദോഷമുണ്ടോയെന്ന് ആരും പേടിക്കണ്ട കേട്ടോ. മഞ്ഞപ്പൊടി നമ്മളെ മുടിക്ക് നല്ലതാണ്. മഞ്ഞളുണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകണം. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇതെങ്ങനെ അരയ്ക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഞാൻ പറഞ്ഞു തരണ്ട. വെറുതെ വെള്ളത്തിൽ അരക്കിയ കൃഷി ചെയ്യുകയല്ല. അപ്പോൾ എന്തിലാണ് അരയ്ക്കണതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ഇത് ഞാൻ ഇതിലേക്ക് വാരിയിട്ടു. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ പൊടിക്കേണ്ടതൊക്കെ ഇതിലേക്ക് ഒന്ന് ക്രഷ് ചെയ്യുക. ക്രഷ് ചെയ്താൽ മതി കേട്ടോ, നൈസാക്കണ്ട. ആദ്യം ഗ്രാമ്പൂ, പിന്നെ നമ്മൾ കരിഞ്ജീരകം, പിന്നെ നമ്മൾ ഉലുവ, പിന്നെ നമ്മൾ ജീരകം, പിന്നെ നമ്മൾ കുരുമുളക് ഒന്ന് പൊട്ടിച്ചാൽ മതി. വല്ലാതെ നിങ്ങളിത് അരയ്ക്കുമ്പോൾ ഒന്നും ആരുത് കേട്ടോ. അരക്കണയിൽ ഇടരുത്, വേറെ ജാറിലിട്ടിട്ട് പൊടിക്കാനേ പാടുള്ളൂ. പിന്നെ കൊച്ചുള്ളി ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ. അതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. കൊച്ചുള്ളി, വെളുത്തുള്ളി ഒന്നും ചെയ്യരുത് കണ്ടോ. വെളുത്തുള്ളി ഇങ്ങനെ ആ ക്രഷ് ചെയ്യൊന്നും അരുത്. അങ്ങനെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ എണ്ണയ്ക്ക് ഒരു മണം ആൾക്കാർക്ക് പിടിക്കില്ല. എങ്കിലോ ഇത് എണ്ണയിലിട്ടാൽ സത്ത് ഇറങ്ങും ചെയ്യും. ഈ കടുകും നിങ്ങളെ ക്രഷ് ചെയ്യണം കേട്ടോ. അതിൽ നമുക്ക് ഒരു നാളികേരത്തിൻ്റെ തേങ്ങ വേണം കേട്ടോ. നമുക്കിങ്ങനെ ഒരു നാളികേരത്തിൻ്റെ പാല് വേണം കേട്ടോ. അതിന് നമ്മളിത് അരച്ചിട്ടൊന്നും എടുക്കണ്ട. തിളച്ച വെള്ളം കണ്ടോ, തിളച്ച വെള്ളം പാർന്ന് കുഴച്ചാൽ നല്ല ശുദ്ധമായ തമ്പാല് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നാളികേരം പിന്നെ പാലിൽ വെള്ളം പാർന്ന് കഴിഞ്ഞാൽ എണ്ണ കുറുകി കിട്ടാൻ നല്ല പ്രയാസമാണ്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ ടൈറ്റായിട്ടുള്ള പാല് മതി. ഒരു തേങ്ങയുടെ ടൈറ്റായിട്ടുള്ള പാല് കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ നല്ല ഇങ്ങനെ കുഴച്ചിട്ട് നല്ല ഇങ്ങനെ ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. അത് അരച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഇങ്ങനെ പിഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടില്ല. ശുദ്ധമായതാവുമ്പോൾ അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി വെള്ളം ചേർക്കേണ്ടി വരും. ഞാനിങ്ങനെ തിളച്ച വെള്ളം പറഞ്ഞിട്ടാണ് കേട്ടോ തമ്പാലെടുക്കാറ്. ഈ കറിവേപ്പില ആര്യവേപ്പില നമ്മൾ നാളികേരപ്പാൽ പറഞ്ഞിട്ട് എന്നിട്ട് അരച്ചെടുക്കുക. നമ്മൾ എണ്ണ ഇറക്കി വെച്ചു കേട്ടോ. എന്താ ഇറക്കി വെച്ചു. ഇത്രയേ വേണ്ടൂ കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ഒന്ന് ചെയ്യുക, ക്രഷ് ചെയ്യുക, അത്ര മതി. ആര്യവേപ്പില കറിവേപ്പില ഇത് നമുക്ക് ഈ നാളികേരപ്പാലിൽ ഒരുപാട് മൈന്നനെ അരയ്ക്കണ്ട കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇതും കണ്ടോ, ഇങ്ങനെ ക്രഷ് ചെയ്താൽ മതി. ഇതിൻ്റെ സത്ത് മുഴുവൻ എന്തായാലും ഇതിലേക്ക് ഇറങ്ങും ചെയ്യും. നമുക്ക് എണ്ണ മൂത്തുവോ എന്താ പാകം എന്നൊക്കെ അറിയാൻ ഇങ്ങനെ ക്രഷ് ചെയ്താലാണ് ഏറ്റവും നല്ലത്. നന്നായി അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കലിക്കാൻ വല്ലാതെ മൂപ്പ് കയറും പെട്ടെന്ന് കേട്ടോ. അപ്പം ഇങ്ങനെ നിങ്ങൾ ക്രഷ് ചെയ്തെടുക്കാവൂ. നമ്മളുടെ വീട്ടിലേ ആട്ടിയ വെളിച്ചെണ്ണ കൊണ്ടാട്ടോ എണ്ണ ഉണ്ടാക്കണത്. അല്ല, ഇനി ഈ എണ്ണ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത്രയും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ. കുറേ കുട്ടികളായി എണ്ണ കാച്ചി തരും അമ്മയെ ചോദിക്കണം. മക്കളെ നമ്മളുടെ വീട്ടിൽ ഒരുപാട് എണ്ണ ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യമൊന്നും ആക്കിയിട്ടില്ല നമ്മളെ. അപ്പോൾ ഇനി അത്രയും അത്യാവശ്യക്കാർക്ക് എണ്ണ മുടി വളരാനുള്ള എണ്ണ അമ്മ ഉണ്ടാക്കി തരാം കേട്ടോ. അമ്മ തേക്കണ എണ്ണ. അപ്പോളേ എണ്ണ ആവശ്യമുള്ളവരേ അപ്പോൾ നമ്മൾ ഈ കമൻറ്റിൽ പറയുക എനിക്ക് എണ്ണ വേണം. എന്നിട്ട് പിന്നെ അപ്പോൾ അമ്മയുടെ വാട്സപ്പ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കൊരാഴ്ച മുന്നെങ്കിലും വേണം കുട്ടികളെ പറയാം കേട്ടോ. എങ്കിലേ എനിക്ക് സൗകര്യമുള്ളൂ. ആവശ്യത്തിനനുസരിച്ചിട്ടേ ഞാൻ ഉണ്ടാക്കി തരുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പോൾ മുടി വളർച്ചയ്ക്കുള്ള എണ്ണ. അപ്പോൾ വല്ലാതെ തണുപ്പില്ലാത്ത എണ്ണ വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ, തണുപ്പ് വേണ്ടവർക്ക് നമുക്ക് ചെറിയ ഉള്ളിയും ഒക്കെ ഇഷ്ടംപോലെ കൂട്ടാലോ. അപ്പോൾ നല്ല മുടി ഉണ്ടാവും, ചെമ്പരത്തിപ്പൂവ് അതൊക്കെ കൂട്ടാലോ. അപ്പോൾ ഈ തണുപ്പ് പാടാത്തുള്ളവർക്ക് നമുക്ക് കഴിക്കണ വേപ്പിൻ്റെ ഇലയാണ് കൂടുതൽ കൂട്ടേണ്ടത്. ഏതാ പനിക്കൂർക്ക, തുളസി, കഴിക്കണ വേപ്പിൻ്റെ ഇലയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരും പറയണം. അപ്പോൾ പ്രത്യേക എണ്ണ വേണം, ഒന്നിച്ചുണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരാഴ്ച മുന്നേ പറയണമെന്ന് പറഞ്ഞത്.
എണ്ണ കാച്ചുമ്പോഴേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് തിളയ്ക്കുന്നവരെ നമ്മൾ കത്തിച്ചില്ലെങ്കിൽ ഇത് തിളക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല കത്തിച്ചെണ്ണ കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കത്തിക്കരുത്, എല്ലോ ഇതിലിടാൻ പാടുള്ളൂ കേട്ടോ, വളരെ കമ്മിയായിട്ട്. നോക്ക കുട്ടികളെ, ഗ്യാസിന് വില കൂടിയിരിക്കുകയല്ലേ. അപ്പം ഇന്ന് അമ്മ അടുപ്പിലാട്ടോ എണ്ണ കാച്ചണത്. പണ്ടൊക്കെ നമ്മൾ അടുപ്പിൽ തന്നെയല്ലേ എണ്ണ കാച്ചുക. അപ്പം നമ്മൾ അടുപ്പിൽ നമ്മൾ തീ കുറച്ച് പിരിയണം. ഗ്യാസുമ്പോൾ കത്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സ്ലോവിലിട്ടാൽ മതി കേട്ടോ. അടുപ്പിലാകുമ്പോൾ നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ കുറച്ച് തീ വിറകൊക്കെ പിരിഞ്ഞ് മാറ്റി വെക്കുക. ചെറിയതിൽ കത്തിയിട്ട് പതുക്കെ പതുക്കെ എണ്ണ വേണം. നമ്മൾ നാളികേരപ്പാലിലാണ് കേട്ടോ ചതച്ചത് നമ്മളെ സംഭവങ്ങളൊക്കെ. ഇനി തണുപ്പ് പറ്റുന്നവർക്ക് നമുക്ക് പശുവും പാല് കൂട്ടാം മക്കളെ, ഒപ്പട്ടോ. ഇപ്പോൾ ഇത് തണുപ്പ് പാടില്ലാത്തവർക്കുള്ള എണ്ണയാണ് ഞാൻ കാച്ചണത്, അതുകൊണ്ട് പശുവും പാല് പറഞ്ഞിട്ടില്ല കേട്ടോ. സത്യത്തിൽ നമ്മളെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ നെയ്യ്, പിന്നെ ആട്ടിൻ പാല്, പശുവിൻ പാല്, എരുമപ്പാല്, തേങ്ങാപ്പാലൊക്കെ കൂട്ടുന്നുണ്ട് മുടി വളർച്ചയ്ക്കുള്ള എണ്ണയിൽ. വീട്ടിലെ അമ്മ അങ്ങനെ കൂട്ടിയിരുന്നു പശുവും പാലൊക്കെ കേട്ടോ. അപ്പം നമുക്ക് പശുവും പാല്, എരുമപ്പാലൊന്നും ഇപ്പോൾ കിട്ടില്ല കുട്ടികളെ. ആട്ടിൻ പാലും കിട്ടണില്ല. പക്ഷെ നെയ്യ് കൂട്ടാം, നമുക്ക് നെയ്യ് കൂട്ടാം കേട്ടോ. അപ്പോൾ മുടി വളർച്ചയ്ക്ക് നല്ലതാണ് നെയ്യ്. അപ്പോൾ അപ്പം അമ്മ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വിധത്തിലുള്ള എണ്ണ വേണമെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറയണം കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള എണ്ണ. അപ്പോൾ തണുപ്പ് പറ്റാത്തവർക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തണുപ്പുള്ളതൊന്നും ഇടാൻ പാടില്ല, നീർവീഴ്ച വരും കണ്ടോ. അപ്പം നമ്മളുടെ എണ്ണ തിളച്ചു കേട്ടോ, നല്ലൊന്ന് കത്തിച്ചു തിളച്ചു കണ്ടോ. ഇനി നമ്മൾ ഇങ്ങനെ കനലടുപ്പിൽ വേണം എണ്ണ കാച്ചാൻ കണ്ടോ. ഈ കനലിൽ ഇങ്ങനെ കടന്ന് പതുക്കെ മൂക്കണം. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാനോ, ഈ പനിക്കൂർക്കടല മാത്രം, പനിക്കൂർക്കടല കണ്ടോ നമുക്ക് അരക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇതിങ്ങനെ കയ്യിലിട്ടൊന്നും പൊടിച്ചിട്ട് കണ്ടോ, പൊടിഞ്ഞുകൊണ്ടല്ലോ. ഈ ഇല നമുക്ക് ഇതിലിങ്ങനെ ഇടാം, പനിക്കൂർക്ക. തുളസി നമ്മൾ വാങ്ങുമ്പോൾ മൂപ്പ് പാകമാണോ എന്ന് അറിയണ സമയത്തെ തുളസി ഇടാൻ പാടുള്ളൂ. അപ്പോൾ വെള്ളം പൊട്ടി തെറിച്ചാൻ പോകും. അപ്പോൾ നമുക്ക് മൂപ്പ് പാകാന്ന് അറിയും. അതേപോലെ വെളുത്തുള്ളി നമ്മൾ വാങ്ങണതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഇടാവൂ. വെളുത്തുള്ളി മൂക്കാൻ പാടില്ല എണ്ണ കടന്നിട്ട്. പക്ഷെ ഇതിൻ്റെ സത്ത് അതിലേക്ക് ഇറങ്ങും ചെയ്യണം, അത്രേ പാടുള്ളൂ. വെളുത്തുള്ളി മൂക്കാൻ പാടില്ല കേട്ടോ. നമ്മൾ ഈ എന്തെങ്കിലും ഫ്രൈ ഐറ്റംസ് ഉണ്ടാക്കണ പോലെ അത് മൂക്കരുത്. ഇത് നമ്മൾ തോലോടുക്കനെ ഇരിക്കുന്നത്. അപ്പോൾ അത് പതുക്കെ ഒന്നിങ്ങനെ ഇതാവാനേ പാടുള്ളൂ. ഒരു 3 മിനിറ്റേ പാടുള്ളൂ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ. എണ്ണ മൂപ്പിനെ ആ സമയത്തേ ചേർക്കാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി ഇവിടെ തന്നെ വെച്ചു. അതുപോലെ തുളസി ഇവിടെ തന്നെ വെച്ചു കണ്ടോ, വാങ്ങണ സമയത്ത്. അപ്പോൾ ഇനി ഞാൻ എപ്പോഴാണ് തുളസിയും വെളുത്തുള്ളിയൊക്കെ ഇടണമെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. വീട്ടിലുണ്ടാക്കണവർ ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമ്മളെ എണ്ണ മൂക്കാനായിട്ട് ഒരു 2 മിനിറ്റ് ഉള്ളൂ കേട്ടോ. കണ്ടപ്പോൾ അതളയൊക്കെ വറ്റി ഇതാവാരായി. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇതിലേക്ക് ഇപ്പോഴേ ചേർക്കാവൂ കേട്ടോ, അല്ലാതെ വെളുത്തുള്ളി മൂപ്പിക്കരുത് ആരും ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കും കണ്ടോ. ഇനി നമ്മൾക്ക് 1 മിനിറ്റ് ഇളക്കുക. ഇനി നമുക്ക് തുളസിയുടെ ഇല ഇട്ടിട്ട് നമുക്കിത് വാങ്ങി വെക്കാറായി കണ്ടോ. നമ്മളെ എണ്ണ മൂപ്പ് ഒരിക്കലും കയറരുത്, അപ്പോൾ നമുക്ക് ഫലം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അൽക്കനൊക്കെ ഏകദേശം ഈ ഇല ക്രഷ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി നമുക്കിപ്പോൾ വെളുത്തുള്ളി 2 മിനിറ്റ് 3 മിനിറ്റ് മൂത്തു. ഇനി നമുക്ക് തുളസിയുടെ ഇല ഇതിലേക്കാണ് ഇടാം കണ്ടോ. കേട്ടല്ലോ, ഇതാണ് നമ്മളെ തുളസിയുടെ ഇല ഇടുമ്പോൾ ഉണ്ടാവുക കണ്ടോ. ആ ശബ്ദം, ഈ ശബ്ദം കഴിയണോടുകൂടി നമ്മളിത് വാങ്ങി വെക്കണം കേട്ടോ. തുളസിയുടെ ഇല ഇട്ടപ്പോൾ ഉണ്ടായ ശബ്ദമാണത്. അതാണ് നമ്മളെ എണ്ണയുടെ മൂപ്പിൻ്റെ പാട്. ഇനി നമ്മളിത് വാങ്ങി വെക്കുകയായി കേട്ടോ. അത്ര മതി. മൂപ്പ് നമ്മൾ എണ്ണ ഇറക്കി വെച്ചു കേട്ടോ. എന്താ ഇറക്കി വെച്ചു. 2 മിനിറ്റും കൂടി ഇങ്ങനെ ഇളക്കുക. ഇനി നമ്മൾ എന്നിട്ട് അരിച്ചിട്ടൊരു പാത്രത്തിലേക്ക് ഊറ്റിയിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ കൃത്യം 1 ലിറ്റർ എണ്ണയിലേക്കുള്ള സാധനങ്ങളാട്ടോ കാണിച്ചത്. നമ്മൾ 1 ലിറ്റർ എണ്ണ കാച്ചി കണ്ടോ. അതിൽ 1 ലിറ്റർ എണ്ണയാണ് നമ്മളെ വീട്ടിലാട്ടിയിട്ടുള്ള നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. ഇതിൽ നമ്മൾ ഒന്നും വേറെ കൃത്രിമം ചേർത്തിയിട്ടില്ല. അപ്പോൾ നമ്മളേ ഇത് വല്ലാതെ ചൂടാറണ്ട കേട്ടോ. ഇത് അടച്ചു വെക്കാൻ പാടില്ല. അടച്ചു വെച്ചാൽ നീരാവി അതിലേക്ക് താഴും. അപ്പം നമ്മൾ ചൂടോടക്കനെ എണ്ണ ഊറ്റിയാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം എണ്ണ കിട്ടും. അല്ലെങ്കിൽ ഈ കരിക്കനിൽ കുറേ എണ്ണ പോകും. ചിലവരുണ്ട് പിറ്റേ ദിവസം രാവിലെ എണ്ണ ഊറ്റണവരുണ്ട്. തോനെ എണ്ണ കാച്ചുമ്പോഴേ അങ്ങനെ പാടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് എണ്ണ ആ കരിക്കനിൽ കുറച്ച് പോയാലും നമ്മൾ അറിയില്ല. മറ്റേത് നമ്മൾ 1 ലിറ്ററൊക്കെ കാച്ചുമ്പോൾ പിറ്റേ ദിവസം വരെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടച്ചു വെക്കാനും പാടില്ല. ഇനി അടച്ചു വെക്കണവർ തുണി ഇടാവുള്ളൂ കേട്ടോ. നീരാവി തുണിയിലേക്ക് കയറാവുള്ളൂ. ഒരിക്കലും പാത്രം കൊണ്ട് അടച്ചു വെക്കരുത്. കണ്ടോ നമ്മളെ വെളുത്തുള്ളിയൊക്കെ കണ്ടോ നിങ്ങൾ, ഒന്നിങ്ങനെ വാടാനേ പാടുള്ളൂ കേട്ടോ. ചെറിയുള്ളി നമുക്ക് ക്രഷ് ചെയ്യാം. ഇനി തണുപ്പ് പറ്റാത്തവർ തീരെ ചെറിയുള്ളി വേണ്ടെങ്കിൽ ഇതൊന്ന് ചെറിയുള്ളി മാത്രം ഒഴിവാക്കാം. വെളുത്തുള്ളി എങ്കിലും നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. അടിയിലേക്ക് ഇവിടേക്ക് അവിടെ എണ്ണല്ലേ, അവിടെ എണ്ണ. അപ്പം നമ്മളുടെ എണ്ണ കണ്ടോ നന്നായി തണുത്തു. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് ഒഴിക്കാം.
അപ്പോൾ ഈ എണ്ണ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഞാൻ പറഞ്ഞത് ഓർക്കണേ, ഒരു 5-8 ദിവസം എനിക്ക് സമയം വേണം കേട്ടോ. അപ്പോൾ നിങ്ങളൊരാഴ്ച മുന്നേ ഓർഡർ ചെയ്യണം വേണ്ടവർ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തണുപ്പൊന്നും പറ്റാതെ മുടി വളരും വേണം അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സൈനസൈറ്റീസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പറ്റിയ എണ്ണയാണ് കേട്ടോ ഇത്. പിന്നെ മുടി വളർച്ച ഉണ്ടെയും മുടി വളരും ചെയ്യും. പക്ഷെ എന്താ വെച്ചാൽ നമ്മളിതിൽ കറ്റാർവാഴയൊന്നും ചേർത്തിയിട്ടില്ല. ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും ചേർത്തിയാൽ കുറച്ചധികം തണുപ്പാണ് നെല്ലിക്കൊക്കെ. അപ്പോൾ ചിലവർക്ക് തണുപ്പ് നല്ലോണം പറ്റും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, കറ്റാർവാഴയും നെല്ലിക്കയും ചെമ്പരത്തിപ്പൂവും പിന്നെ ഭൃംഗരാജും ഒക്കെ ചേർത്തിട്ടുള്ള എണ്ണയും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പറയണം, തണുപ്പ് പറ്റണവർ പറയണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് തണുപ്പിനുള്ള എണ്ണ. ഓക്കെ, അപ്പോൾ തണുപ്പ് പറ്റാത്തവർക്ക് നമുക്ക് ഇങ്ങനെ 2 തരം എണ്ണയാക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ. മുടി വളരും വേണം, പിന്നെ എന്താ വെച്ചാൽ തണുപ്പ് കേടുള്ളവർക്ക് അങ്ങനെ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ 1 ലിറ്റർ എണ്ണ നമ്മളെ വീട്ടിൽ ആട്ടിക്കൊടുന്ന എണ്ണ ഉണ്ടാട്ടോ. നമ്മളിത് പ്രിപ്പയർ ചെയ്യുക, അല്ലാതെ വാങ്ങിയ എണ്ണ ഉണ്ടല്ല. കണ്ടോ, നമ്മളിങ്ങനെ 2 കുപ്പി ഉണ്ടായി നമുക്ക്. കണ്ടല്ലോ, എൻ്റെ മോള് ഈ എണ്ണയാണോ യൂസ് ചെയ്യുക. അവൾക്ക് ഈസ്നോഫീലിയയുടെ കുഴപ്പമുണ്ടേ. എല്ലാവർക്കും അലർജി ഉണ്ട് കുട്ടികളെ. ഇവിടെ ഞാൻ മാത്രമേ കുറച്ചെങ്കിലും തണുപ്പുള്ള എണ്ണ തേക്കൂ. അച്ഛനും മകനും മക്കളും മുഴുവനെ തണുപ്പ് കുറഞ്ഞ എണ്ണയാണ്. എന്നാൽ അവർക്ക് മുടി ഇല്ലായൊന്നുമില്ല, അപ്പോൾ മുടി വളരുന്നുമുണ്ട്. അപ്പോൾ എന്താ, ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എണ്ണ കാച്ചേണ്ടവർ ഇത് ശ്രദ്ധിച്ച് കാണണം കേട്ടോ. മൂപ്പൊക്കെ പ്രത്യേകം വേണം. പിന്നെ വെളുത്തുള്ളി നമ്മൾ എന്താ പറയുക, ഈ ഇതിലൊക്കെ ഉണ്ടല്ലോ, എന്താ പറയുക, നമ്മൾ മിക്സ്ചറിലൊക്കെ ഇടുന്ന പോലെ മൂക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ വെളുത്തുള്ളി വാങ്ങാറാകുമ്പോഴേ ഇടാവുള്ളൂ. അതിൻ്റെ ആ മണം പാടില്ല. അപ്പോൾ നമുക്ക് ആ മണം പാടില്ല, അതിലേക്ക് അതിൻ്റെ സത്ത് ഇറങ്ങും വേണം. അത്രേ വേണ്ടു കേട്ടോ. ഒരു 2 മിനിറ്റ് മുന്നേ ഇടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ അമ്മ ഇടുന്ന അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.